ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KSRTCയുടെ പുതിയ വെബ്സൈറ്റ് വഴി ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് എന്നിവിടെ നോക്കുന്നത്. മൊബൈൽ ഉപയോഗിച്ചും എങ്ങനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. പേയ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വീഡിയോ ആദ്യ അവസാനം കാണുവാൻ ശ്രദ്ധിക്കുക. ട്രെയിൻ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നും തൽക്കാൽ ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് അടക്കമുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. IRCTC ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ഈ വീഡിയോകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 500-ലധികം വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ടിക്കറ്റ് എടുക്കാനായി സന്ദർശിക്കേണ്ട KSRTCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് വൺ വേ എന്നും റൗണ്ട് ട്രിപ്പ് എന്നും കാണാം. ഒരു റൂട്ടിൽ മാത്രം പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വൺ വേ തിരഞ്ഞെടുക്കാം. അതല്ല പോയിട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോയിട്ട് കോഴിക്കോട് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്കും വരുന്നുണ്ടെങ്കിൽ റൗണ്ട് ട്രിപ്പാണ് ഉപയോഗിക്കേണ്ടുന്നത്. സെൻട്രലായി കാണുന്ന ഡബിൾ ആരോയിൽ പ്രസ് ചെയ്താൽ ആ റൂട്ടിൻ്റെ ഓപ്പോസിറ്റ് ഡെസ്റ്റിനേഷൻ ലഭിക്കുന്നതാണ്. റൗണ്ട് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ജേണി ഡേറ്റ് 2 ടാബിലും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ബസ് സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ നമുക്ക് ലിങ്ക് ടിക്കറ്റ് എന്നൊരു ടാബ് കൂടി കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈ റൂട്ടിലുള്ള ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ഒരു ബസ്സിൽ നമ്മൾ എറണാകുളത്തേക്ക് ഉള്ള ടിക്കറ്റ് എടുത്തു. നമുക്ക് എറണാകുളത്ത് ചെന്നിട്ട് ബൈ റൂട്ടിൽ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടുന്നത്, എറണാകുളത്തുള്ളൊരു ലോക്കൽ സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് ടിക്കറ്റ് വഴി ആ ലോക്കൽ സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുവാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ ക്യാഷും പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. പക്ഷേ ഇത് ഫുൾ ഫങ്ഷൻ ആയിട്ടില്ല. ഇതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്ത് ഡേറ്റ് കൊടുത്ത് സെർച്ച് ബസ്സിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് ബസ്സുകളുടെയൊക്കെ ലിസ്റ്റ് വരുന്നതാണ്. ഇവിടെ ലോവർ ഫ്ലോർ AC ബസ്, സൂപ്പർ ഡീലക്സ്, സൂപ്പർ ഫാസ്റ്റ്, കൂടാതെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെയും ടിക്കറ്റ് ഈ ഒരൊറ്റ വെബ്സൈറ്റിലൂടെയാണ് ലഭിക്കുന്നത്. ഓൺലൈൻ KSRTC swift.com എന്ന ഒറ്റ വെബ്സൈറ്റിലൂടെയാണ് ലഭിക്കുന്നത്. നേരത്തെ സ്വിഫ്റ്റിൻ്റെ ടിക്കറ്റൊക്കെ വേറെ സ്വിഫ്റ്റിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴെല്ലാം ഒറ്റ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് സൈനപ്പ് ചെയ്യാതെ ഗസ്റ്റായിട്ട് തന്നെ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടുന്നത് എപ്പോഴും സൈനപ്പ് ചെയ്തിട്ട് മാത്രമേ ടിക്കറ്റ് എടുക്കാവൂ. ഈ സൈറ്റിൽ ചില വിഷയങ്ങളുണ്ട്. സൈനപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ആ വിഷയങ്ങളൊക്കെ പെടുകയുള്ളൂ. അതുകൊണ്ട് സൈനപ്പ് ചെയ്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. അതുപോലെ എൻ്റെ KSRTC നിയോ OPR എന്ന് പറയുന്ന ആപ്പുമുണ്ട്. ആപ്പും പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമല്ല. മൊബൈൽ ഉപയോഗിച്ചാലും നിങ്ങൾ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. സൈനപ്പ് ചെയ്യാനായിട്ട് മുകളിൽ ലോഗിൻ സൈനപ്പ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന ജനറേറ്റ് OTPയിൽ പ്രസ് ചെയ്ത് ആ മൊബൈലിലേക്ക് വരുന്ന OTPയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് യാത്ര ചെയ്യുന്നതിൽ ഒരാളുടെ പേരും വയസ്സും ഇമെയിൽ ID കൊടുക്കണം. മെയിൽ ഫീമെയിലൊക്കെ കൊടുത്ത് സേവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഈ ഒരു രജിസ്ട്രേഷനിലൂടെ നമുക്ക് ഒന്നിലധികം ടിക്കറ്റുകളൊക്കെ എടുക്കുവാനും സാധിക്കും. സേവ് കൊടുത്താൽ ഉടനെ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരികയും ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന മൈ അക്കൗണ്ടിൽ പ്രസ് ചെയ്ത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ GST നമ്പറൊക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുക്കുകയും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നിർബന്ധമില്ല. ആവശ്യമുള്ളവർക്ക് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എനിക്ക് കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള ടിക്കറ്റാണ് എടുക്കേണ്ടുന്നത്. മൂകാംബികയ്ക്ക് കൊല്ലൂർ എന്നാണ് KSRTCയിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതിലൊക്കെ മൂകാംബികയിൽ നിന്നൊക്കെയാണ്. ഇവിടെ കൊട്ടാരക്കര ഫ്രം ആൻഡ് ടു കൊട്ടാരക്കര കൊല്ലൂർ കൊടുത്ത് എനിക്ക് റൗണ്ട് ട്രിപ്പാണ് വേണ്ടുന്നത്. അതുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ 2 ടിക്കറ്റും കൊടുക്കുകയാണ്. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലൂരേക്കുള്ളതും കൊല്ലൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് തിരിച്ചുള്ളതും 2ൻ്റെയും ഡേറ്റ് കൊടുത്ത് സെർച്ച് ബസ്സിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ റൗണ്ട് ട്രിപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. മുകളിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൽ 10% എന്നൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ 2 ദിവസത്തിന് മുമ്പ് എടുക്കുമ്പോൾ 5% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ 10% ഞാൻ നോക്കിയപ്പോഴും ആ 10% കിട്ടുന്നില്ല. വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. 5% എന്തായാലും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 10% കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 5%-ൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഡിസ്കൗണ്ട് എപ്പോഴും കിട്ടണമെന്നില്ല. റൗണ്ട് ട്രിപ്പ് അപ്പ് ആൻഡ് ഡൗൺ എടുക്കുന്നവർക്ക് മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ. ഞാനിവിടെ കൊട്ടാരക്കര കൊല്ലൂർ റൗണ്ട് ട്രിപ്പ് കൊടുത്ത് 2 ഡേറ്റും കൊടുത്ത് സെർച്ച് ബസ്സിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒറ്റ ബസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷൻ കൊടുക്കാം. റൗണ്ട് ട്രിപ്പ് കൊടുക്കണമെന്നില്ല. വൺ വേ ആണെങ്കിലും കൊടുക്കാം. മറ്റ് ഡെസ്റ്റിനേഷനായി ഇപ്പം
ട്രിവാൻഡ്രം കോഴിക്കോടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ബസ്സുകളുടെ ലിസ്റ്റ് താഴോട്ട് ആദ്യം കാണിച്ചതുപോലെ കിടപ്പുണ്ടാകും. ഇവിടെ നമുക്ക് പോകേണ്ടുന്ന ഡെസ്റ്റിനേഷൻ മുകളിൽ ഓൺവേർഡും റിട്ടേണും 2 പാർട്ടായിട്ട് ഡേറ്റ് 27, 29 എന്ന് കൊടുത്തിരിക്കുന്നതും കാണാം. മുകളിലായി സെർച്ച് ഫിൽറ്ററുണ്ട്. ബസ് ടൈപ്പ്, ബസ് സർവീസ്, അതുപോലെ പ്രീവിയസ് ഡേ, നെക്സ്റ്റ് ഡേ തുടങ്ങിയവയൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈം കൊടുത്തിരിക്കുന്നത് 24 ടൈം ഫ്രെയിമിലാണ്. ഇവിടെ കൊട്ടാരക്കരയിൽ നിന്ന് തിരിക്കുന്നത് 20 എന്ന് കൊടുത്തിരിക്കുന്നതാണ്. 20 എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിയാണ്. അതിനുള്ളൊരു എളുപ്പമാർഗ്ഗം 12ൻ്റെ കൂടെ 8 കൂട്ടുമ്പോഴാണ് 20 വരുന്നത്. അതുകൊണ്ടാണ് രാത്രി 8 മണി എന്ന് പറയുന്നത്. കൊല്ലൂർ എത്തിച്ചേരുന്ന സമയം 12:10 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. ഉച്ചയ്ക്ക് 12:10 രാത്രി 12:10 ആണെന്നെങ്കിൽ 00.10 എന്നായിരിക്കും. 1 മണി, ഉച്ചയ്ക്ക് 1 മണിയാണെങ്കിൽ 13 എന്നുമായിരിക്കും. അതായത് 12ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 13 ആകും. അതുപോലെ നിങ്ങൾക്ക് ടൈം കൂട്ടിയെടുക്കാവുന്നതാണ്. അതായത് രാത്രി 12 മണിക്ക് ശേഷം 1, 2, 3, 4, 5, 6, രാവിലെ 6 മണി, 7 മണി അങ്ങനെ പോകും. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം 13, 14, 15, 16 അങ്ങനെയും പോകും. ഇവിടെ ബോർഡിംഗ് പോയിന്റിൽ പ്രസ് ചെയ്താൽ പുറപ്പെടുന്ന സ്ഥലത്തെപ്പറ്റി അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യൂ ഓൾ വയാ സിറ്റീസ്, ഏതൊക്കെ വഴികളിലൂടെയാണ് ബസ് പോകുന്നത് എന്ന് അതിൽ പ്രസ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ ബസ്സിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡീലക്സ് എയർ ബസ്സാണ്, AC ബസ്സല്ല, എയർ ബസ്സാണ്. 22 സീറ്റ് ലെഫ്റ്റ്, 22 സീറ്റ് ഇതിൽ ശേഷിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ സീറ്റ് സെലക്ട് ചെയ്യാനായിട്ട് സെലക്ട് സീറ്റ് എന്ന് അവിടെ കാണാം, അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇടത് സൈഡിൽ അങ്ങേയറ്റം കാണുന്നത് ഡ്രൈവറുടെ സീറ്റാണ്. അവിടെ സ്റ്റിയറിങ്ങിൻ്റെ പടം കൊടുത്തിരിക്കുന്നത് കാണാം. തുടർന്ന് അങ്ങോട്ട് ചാര കളറിൽ കാണുന്നതൊക്കെ ബുക്ക്ഡായ സീറ്റുകളാണ്. വൈറ്റിഷ് ആയിട്ട് കാണുന്നത് ഇനി നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളുമാണ്. അവിടെ ഓരോന്നിലും നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള എത്ര സീറ്റുണ്ടോ അത്രയും സെലക്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം 6 സീറ്റ് വരെയാണ് അറ്റ് എ ടൈമിൽ എടുക്കാൻ സാധിക്കുന്നത്. കൂടുതൽ സീറ്റ് വേണമെങ്കിൽ വീണ്ടും ഇതുപോലെ ചെയ്താൽ മതിയാകും. താഴെ ജനറൽ സീറ്റിന് ഗ്രീൻ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. മെയിൽ നീല, മജന്ത കളറിൽ ലേഡീസ് സീറ്റും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വലത് സൈഡിൽ ബോർഡിംഗ് പോയിൻറ്റ്സ് ആണ് നമുക്ക് കൊടുക്കേണ്ടുന്നത്. ഇവിടെ ബോർഡിംഗ് പോയിൻറ്റ് കൊട്ടാരക്കരയിൽ നിന്നും നമ്മൾ പുറപ്പെടുന്ന കൊട്ടാരക്കരയും, ഡ്രോപ്പിംഗ് പോയിൻറ്റ് നമ്മൾ എത്തിച്ചേരുന്ന പോയിൻറ്റ് കൊല്ലൂർ എന്നും കൊടുത്തിരിക്കുന്നതാണ്. തൊട്ട് താഴെ നമ്മൾ സെലക്ട് ചെയ്ത സീറ്റുകളുടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബോർഡിംഗ് പോയിൻറ്റും ഡ്രോപ്പിംഗ് പോയിൻറ്റും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിലേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതിനുശേഷം താഴെ ബുക്ക് റിട്ടേൺ ട്രിപ്പ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഓൺവേർഡ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് കൊട്ടാരക്കര കൊല്ലൂരാണ്. ഇനി തിരിച്ചുള്ളത് ബുക്ക് ചെയ്യണം. ബുക്ക് റിട്ടേൺ ട്രിപ്പിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ റിട്ടേൺ ടിക്കറ്റും കൂടി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ വരിക. അതിനുശേഷം നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ തിരിച്ചുള്ള ടിക്കറ്റിൻ്റെ സീറ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ മുകളിൽ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് റിട്ടേൺ ട്രിപ്പ് കൊല്ലൂർ ടു കൊട്ടാരക്കര എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. താഴെ സെലക്ട് സീറ്റ് കൊടുത്തതിന് ശേഷം നേരത്തെ കൊടുത്തതുപോലെ എനിക്കിവിടെ 6 12 സീറ്റാണ് വേണ്ടുന്നത്. റിട്ടേൺ തിരിച്ചു വരുന്നതും 6 പേരാണ്. അവരുടെ ഇത്രയും സീറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രോപ്പിംഗ് പോയിൻറ്റും അതേപോലെ ബോർഡിംഗ് പോയിൻറ്റും ഒക്കെ സെലക്ട് ചെയ്ത് തൊട്ട് താഴെ പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നമ്മൾ പാസഞ്ചർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരാളുടെ പേര് വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓൺവേർഡ് പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കുക. ഇവിടെ നാം കൊട്ടാരക്കര ടു കൊല്ലൂർ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ആ പാസഞ്ചേഴ്സിൻ്റെ എല്ലാം പേരും വയസ്സും ജെൻഡറും കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്ന റിട്ടേൺ ട്രിപ്പ് പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. അവിടെയും ഈ അങ്ങോട്ട് പോകുന്നവർ തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങോട്ടും വരുന്നത്, അവരുടെ അതേ പേരുകൾ തന്നെ താഴെ കൊടുക്കുക. വലത് സൈഡിൽ ഫെയർ ബ്രേക്കപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 680 രൂപ ഡിസ്കൗണ്ട് വന്നതായിട്ട് കാണാം. 11,868 രൂപയാണ്. അത് വെട്ടിയിട്ട് 11,188 രൂപ കൊടുത്തിരിക്കുന്നത് കാണാം. ഏതാണ്ട് 5% കൂടുതൽ വന്നിട്ടുണ്ട്. 5% 593 ആണെന്ന് തോന്നുന്നു. ഇത്രയും ഡിസ്കൗണ്ട് നമുക്ക് 680 രൂപയുടെ ഡിസ്കൗണ്ട് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് താഴെ വന്ന് പ്രൊസീഡ് ടു പേ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് മൊബൈൽ നമ്പർ, ഇമെയിൽ ID യും ഒക്കെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ GST കൊടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. പക്ഷേ നിർബന്ധമില്ല, ആവശ്യമുള്ളവർ കൊടുത്താൽ മതി. അതിനുശേഷം താഴെ വന്ന് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ 2 ലിങ്കുകളുണ്ട്. ഫോൺപേ, UPI മോഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. ബിൽ ഡെസ്കും ഉണ്ട്. ഞാനിവിടെ ബിൽ ഡെസ്ക് തിരഞ്ഞെടുത്തതിന് ശേഷം താഴെയുള്ള പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വരുന്ന പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റ് മോഡ്, വാലറ്റ്, അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം മുകളിൽ ആരോയിൽ പ്രസ് ചെയ്താൽ തിരിച്ച് ബാക്ക് വരാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതിൽ അനുയോജ്യമായ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാനിവിടെ ബാങ്കിൽ നിന്ന് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തപ്പോൾ ഇങ്ങനൊരു പേജാണ് വന്നത്. ഇവിടെ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നതല്ലാതെ നമുക്ക് മറ്റ് റിസൾട്ടുകളൊന്നും കിട്ടുന്നില്ല. പക്ഷേ മുകളിൽ നമുക്ക് ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ടിക്കറ്റിൻ്റെ
പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിൻ്റെ വന്നിട്ടുണ്ട്. അത് വ്യൂ ടിക്കറ്റിൽ പ്രസ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. മെയിലിലും മൊബൈൽ SMS ആയിട്ടും ഒക്കെ ഡീറ്റെയിൽസ് വന്നിട്ടുമുണ്ടാകും. രജിസ്റ്റർ ചെയ്താൽ നമുക്കിവിടെ സ്റ്റാറ്റസ് എടുക്കുവാനും മാനേജ് ബുക്കിംഗ് എടുക്കുവാനും അതുവഴി ട്രിപ്പ് ഡീറ്റെയിൽസും അതുപോലെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ബുക്കിംഗ് ഡീറ്റെയിൽസ് തുടങ്ങിയവയൊക്കെ മൊബൈലിൻ്റെയും ഇമെയിലിൻ്റെയൊക്കെ OTP കൊടുത്തും PNR നമ്പർ കൊടുത്തും ഒക്കെ ഡീറ്റെയിൽസ് എടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ മൊബൈൽ OTPയും PNRും ഒക്കെ കൊടുത്ത് ഈ ഒരു അക്കൗണ്ടിൽ നിന്നും എടുത്തിട്ടുള്ള മുഴുവൻ ടിക്കറ്റുകളുടെയും ഡീറ്റെയിൽസ് ഇങ്ങനെ അറിയുവാനും പ്രിൻ്റ് എടുക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ്. ഇനി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇടത് സൈഡിൽ ക്യാൻസലേഷൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം PNR നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാൻസൽ ടിക്കറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. PNR നമ്മുടെ ടിക്കറ്റിലുണ്ട്, മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഏത് പാസഞ്ചറെയാണോ ആവശ്യമുള്ളത് അവർക്ക് നേർക്കുള്ള ചതുരത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് വേണ്ടുന്നത്. കൂടുതൽ പേരെ വേണമെങ്കിൽ എല്ലാത്തിനും ടിക്ക് മാർക്ക് കൊടുക്കണം. ഇപ്പോൾ ഒരെണ്ണം കൊടുത്തപ്പോൾ തന്നെ അവിടെ ക്യാൻസലേഷൻ പോളിസി നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ കാണിക്കും എത്ര മണിക്കൂർ മുന്നെയൊക്കെയാണ് ക്യാൻസൽ ചെയ്താൽ എത്ര രൂപ കിട്ടും എന്നൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പം ഒരു ടിക്കറ്റ് 967 രൂപയായിട്ടുണ്ട്. ക്യാൻസൽ ചെയ്തപ്പം ഇപ്പം 3-4 ദിവസത്തിന് മുമ്പേ ക്യാൻസൽ ചെയ്യുകയാണ്. 482 രൂപയാണ് റീഫണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ഞാനിത് കാണിച്ചെന്നേ ഉള്ളൂ, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് മൈ അക്കൗണ്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം വ്യൂ മൈ ബുക്കിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ടിക്കറ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ വരുന്നതും അവിടെ നിന്നും നമുക്ക് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. അക്കൗണ്ടിൽ നിന്നുള്ള മുഴുവൻ ടിക്കറ്റുകളുടെയും പ്രിൻ്റ് എടുക്കുവാൻ സാധിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുകളിൽ കോൺടാക്റ്റ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുകളിൽ വിളിച്ച് ചോദിച്ച് സംശയം തീർക്കുകയും ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.